ബോബനും മോളിയും മലയാളികൾക്കിടയിൽ പ്രചുര പ്രചാരം നേടിയ ഹാസ്യ ചിത്രകഥയാണ് ബോബനും മോളിയും. ബോബൻ, മോളി എന്നിങ്ങനെ പേരുള്ള രണ്ട് വികൃതി കുട്ടികളെയും അവർക്ക് ചുറ്റുമുള്ള ലോകത്തെയും ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന ചിത്രകഥയാണിത്. കാർട്ടൂണിസ്റ്റ് ടോംസ് ആണ് ബോബനും മോളിയും വരയ്ക്കുന്നത്. മലയാള മനോരമ വാരികയുടെ അവസാന താളിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ഹാസ്യ ചിത്രകഥ ഇടക്കാലത്ത് കലാകൗമുദി വാരികയിലും പിന്നീട് പുസ്തക രൂപത്തിലും പ്രസിദ്ധീകരിച്ചു. കിഴുക്കാംതൂക്ക് പഞ്ചായത്തിലാണ് ബോബനും മോളിയും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ബോബന്റെയും മോളിയുടെയും കുസൃതികൾ എന്നതിലുപരി കേരളത്തിന്റെ മധ്യവർഗ ജീവിതത്തിന്റെ തമാശകൾ, ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങൾ എന്നിവയാണ് ഈ ഹാസ്യ ചിത്രകഥയിലൂടെ ടോംസ് വരച്ചു കാട്ടുന്നത്. കുട്ടനാട്ടിലെ തന്റെ വീടിന് സമീപമുണ്ടായിരുന്ന രണ്ടു കുട്ടികളാണ് ബോബന്റെയും മോളിയുടെയും മാതൃകകളെന്ന് ടോംസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ കുട്ടികൾക്കും പിന്നീട് ടോംസ് ഇതേ പേര് തന്നെയാണ് നൽകിയത്. ബോബനും മോളിയും പ്രസിദ്ധീകരിക്കപ്പെട്ടു തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലേറെയായെങ്കിലും കഥാപാത്രങ്ങൾക്ക് ഒരിക്കലും പ്രായമേറുന്നില്ല. ബോബന്റെയും മോളിയുടെയും അച്ഛനായ പോത്തൻ വക്കീൽ, അമ്മയായ മേരിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റായ ഇട്ടുണ്ണൻ, ഇട്ടുണ്ണന്റെ ഭാര്യ ചേട്ടത്തി, ആശാൻ, കൊച്ചുകുട്ടിയായ ഉണ്ണിക്കുട്ടൻ, സ്ത്രീലമ്പടനായ അപ്പി ഹിപ്പി, പരീത്, ഉപ്പായി മാപ്പിള, കുട്ടേട്ടൻ, നേതാവ്, ബോബന്റെയും മോളിയുടെയും സഹപാഠിയായ മൊട്ട, ഒരു വളർത്തുപട്ടി തുടങ്ങിയവരാണ് ഈ പ്രസിദ്ധീകരണത്തിലെ കഥാപാത്രങ്ങൾ. ബോബനും മോളിയും പ്രസിദ്ധീകരണ സ്രഷ്ടാവായ ടോംസ് 2016 ഏപ്രിൽ 27 അന്തരിച്ചു.